ഞാനിവിടെ ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ പേര് ഫിഷും പ്രോൺസും വെച്ചിട്ടുള്ള ഒരു ഫ്യൂഷൻ ബിരിയാണിയാണ്. ഞാനിപ്പോൾ കിസ്മിസും അണ്ടിപ്പരിപ്പും ഞാൻ വറുത്ത് കോരി കുറച്ച് ഗീ ഒഴിക്കാം. ഈ പാത്രത്തിന് കുറച്ച് ചൂട് കുറവായത് കാരണം ഞാൻ പാന് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് കിസ്മിസ് വറുത്ത് പോരാം. കിസ്മിസായി ഇത് വറുത്ത് പോരാം. സവാള ഫ്രൈ ചെയ്യാനായിട്ട് പാത്രത്തിലേക്കിടാം. ഇത് ഫ്രൈ ആകുമ്പോഴേക്കും നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ചില്ലി പൗഡർ, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മസാലപ്പൊടി, ഉപ്പ്, തൈര് ചേർക്കുക, കുറച്ച് നാരങ്ങാനീര്. ഈ പ്രോൺസ് ഒന്ന് മാരിനേറ്റ് ചെയ്യും. സവാള ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. ഇതേ എണ്ണയിലേക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടും ഒരുമിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിലാവുമല്ലോ. ഹലോ ബെന്നസ്, എന്തായി? ഫിഷ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫിഷ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊരു മുഴുവൻ ഫിഷ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. പിന്നെ ഗ്യാസ് അടുപ്പ് പോലെ അല്ലല്ലോ ഇത്, അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. ശരി, അറിയില്ല. പിന്നെ ഇതൊരു റോയൽ ഫിഷിന്റെ ലുക്കൊക്കെ ഉണ്ട് അല്ലേ? ഞാൻ മറ്റേ പോംഫ്രെറ്റാന്ന് എടുക്കാൻ വിചാരിച്ചത്. വൈറ്റ് ഫോം അത് കിട്ടിയിട്ടില്ല ഇവിടെ, അതുകൊണ്ട് ഇതാ കൊണ്ട്. ശരിയും പിന്നെ പ്രോൺസ്. അപ്പോൾ എല്ലാം ഉണ്ട് അല്ലേ? സീ ഫുഡ് എല്ലാം ഇല്ല, പ്രോൺസും മീനും മാത്രം. ബിരിയാണി മറ്റേ തലശ്ശേരി കൈമേൽ തന്നെ അല്ലേ? അതെ അതെ അതെ. ഓക്കെ. മസാല ഉണ്ടാക്കണം ഇനി അല്ലേ? കഴിഞ്ഞിട്ട് മസാല ഉണ്ടാക്കണം. നാട്ടിൽ കേറ്ററിംഗ് ഉണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ പാഷനാണ്. എല്ലാത്തിനും പോകും. കുക്കിംഗ് കോമ്പറ്റീഷൻസിന് പോകാറുണ്ട്? എല്ലാ കോമ്പറ്റീഷനും പോകാറുണ്ട്, എപ്പോഴും കിട്ടാറുണ്ട്. ആണല്ലേ? നമ്മൾ ലാസ്റ്റ് ടൈം കണ്ടത് പിന്നെ ലുലുലുണ്ടായിരുന്നു, അത് കിട്ടിയിട്ടുണ്ട്. അടിപൊളി. കഴിഞ്ഞ ആഴ്ചയും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ. പാട്ട് നന്നായിട്ട് പാടും. കൈയാണ്. അപ്പോൾ ഒരു പാട്ട് പാടണം, ഞങ്ങൾ വരുന്നുണ്ട് പാട്ടൊക്കെ കേൾക്കാനായിട്ട്. കൊഞ്ചനല്ലേ, വളഞ്ഞു പോകും എന്തായാലും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, ഞാനിത് എടുത്ത് മാറ്റുന്നുണ്ട്. പ്രോൺസ് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കൃഷ്ണയെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. പാട്ട് നന്നായിട്ട് പാട്ട് പാടും. ആണോ? ഞാനിപ്പോഴും അറിയുന്നേ. ഷീ സിങ്സ്. എങ്ങനത്തെ ടൈപ്പ് പാട്ടാണ്? മൂവി സോങ്സ് അതോ ഹിന്ദി? പഴയ ഓൾഡ് ഹിറ്റ്സ്. ഓക്കെ ഓക്കെ. ഒരു പാട്ട് കുറച്ച് 4 വരി. आपकी नज़रों ने समझा प्यार के काबिल मुझे, दिल की धड़कन ठहर जा, मिल गई मंजिल मुझे, आपकी नज़रों ने समझा. अरे बढ़िया किया आपने. क्या गाना गाया. ടെൻഷനോട് കൂടി പാടിയുണ്ട്. ആ മോഡിന് ഈ പാട്ട് കറക്റ്റാ. ഈ മോഡിന് പാട്ട്. താങ്ക് യു. അടിപൊളി കേട്ടോ. പറഞ്ഞില്ലേ, അറിയില്ലായിരുന്നു. ചെറിയ മീനൊരു ചെറിയ ജീവൻ വെച്ച പോലെ കേട്ടോ. പാട്ട് ചെമ്മീനൊക്കെ ഇങ്ങനെ ചാടി ചാടി മസാലയിൽ അപ്പൊ ഒരു മൂഡൊന്ന് ലൈറ്റ് ഉണ്ടായില്ല. ആ ഒരു ടെൻഷൻ മാറിയില്ല. ഇപ്പൊ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് പാടാട്ടോ. റിലാക്സ്. പാട്ട് പാടി വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ചെറുതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഞാൻ കോരി മാറ്റാം. ഇതേ എണ്ണയിലേക്ക് സവാള ചേർക്കാം. ഈ സവാളയുടെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഉള്ളി കുറച്ച് കുക്കായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി ചേർക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി. ഈ പ്രോൺസ് കുറച്ച് അരച്ച് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർക്കണം.
ഇത് ഫ്യൂഷൻ ബിരിയാണി എന്നാണല്ലോ പേര്. അതുകൊണ്ട് തന്നെ ഈ ഫിഷ് ഞാൻ പൊരിച്ച് വെച്ചത് ഇതിലേക്ക് അത് മുറിച്ചെടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. മുള്ളൊക്കെ എടുത്ത് മാറ്റാം. ഫ്രൈ ചെയ്ത പ്രോൺസ് ചേർക്കാം. നമ്മളെ തലശ്ശേരി ബിരിയാണീൻ്റെ മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ തൈര് വയ്ക്കാം. മല്ലി ചെപ്പ്. അങ്ങനെ നമ്മളെ തലശ്ശേരി ബിരിയാണീൻ്റെ മസാല റെഡി. ചോറുണ്ടാക്കാനായിട്ട് കുക്കർ യൂസ് ചെയ്യാം. അതാകുമ്പോൾ പെട്ടെന്ന് പണി തീരും. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഗീ ചേർക്കാം. ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. ഇതായി കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാം. ഈ വെള്ളം തിളക്കുന്നവരെ കുറച്ച് വെയിറ്റ് ചെയ്യാം. അരി ഇതിലേക്ക് ഇടാം. ഇനി കുക്കറൊന്ന് അടിച്ച് വേവിക്കാം. ദം ചെയ്യാനായി നമുക്ക് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, അതിൽ മല്ലി, കുറച്ച് ഗരം മസാലപ്പൊടി. ഈ മസാല കുറച്ച് ഭാഗം ഈ ദം ചെയ്യാനായി ഇതിലേക്ക് മാറ്റാം. നമുക്ക് മേലയിലുള്ള ചോറ് കുറച്ചിടാം. കുറച്ച് മല്ലിയില, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്. ഇനി അടച്ചു വെക്കാം. കുറച്ച് സമയം ദമ്മായി വെക്കാം. ഇനി നമുക്ക് ദമ്മ് മാറ്റിയിട്ട് സെറ്റ് ചെയ്യാം.